ചീനച്ചട്ടി ചൂടായി ഗൈസ്. ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. നന്നായി വെളിച്ചെണ്ണ തൂക്കിട്ടു. ഇതിലേക്ക് ഞാൻ ഉള്ളി കനം കുറച്ചരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് നേരത്തെ ഞാൻ ലേശം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ നന്നായി ഉള്ളി വാടിക്കിട്ടും. ഇത് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായി വഴറ്റണം. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. നന്നായി വീണ്ടും ഇളക്കുന്നു. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി നമുക്ക് ആവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാല, നന്നായി വീണ്ടും ഇളക്കുക. ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒന്നുകൂടി അടച്ച് മൂടി കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടക്കറി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് ഗൈസ്. ഇനി ഞാൻ പുഴുങ്ങിയ ഓരോരു മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കും വെള്ളാപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വായിൽ കൊതിയൂർന്ന മുട്ടക്കറിയാണ് ഗൈസ്.